കാര്യമല്ലേ ഈ വാസു ഐഡിയ ഞാനങ്ങ് പാലക്കാട് സേവിക്കുന്ന കാലത്ത് വാങ്ങിച്ച കൂട്ടാസി അയാളോട് പറയുക അയാൾക്ക് പോകുമ്പോഴേ എടോ എന്നെ താൻ എന്നെ കണ്ടിട്ട് ഒരു കാര്യമില്ല കയ്യിലിങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഓടിച്ചത്. ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തോടാണ് വഴി ചോദിക്കുന്നത്. കൊച്ചിൻ ഓസ്കാറിലേക്ക് പോകുന്ന വഴി ഏതാണ്? സമയം നോക്കുമ്പോൾ രാത്രി 12 മണിയോളമായി. അപ്പോൾ അദ്ദേഹം എനിക്ക് വഴി പറഞ്ഞു. വഴി പറയുക മാത്രമല്ല, അദ്ദേഹം എന്നെ കൈക്ക് പിടിച്ച് ഓസ്കാറിന്റെ ഓഫീസിന്റെ അവിടെ കൊണ്ട് എന്നെ വിട്ടിട്ട് പറഞ്ഞു, ഇതാണ് ഓഫീസ്, നേരെ മേലോട്ട് കയറിയോ, അവിടെ പ്രാക്ടീസ് നടക്കുന്നു. അങ്ങനെ അദ്ദേഹമാണ് എന്നെ കൈ പിടിച്ച് ആദ്യം അതിന്റെ പടി ചവിട്ടുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് പേര് ആ സമയത്ത് ഇത് മണിച്ചേട്ടനാണെന്നുള്ള താങ്കൾക്ക് അറിയാം? എനിക്കറിയാം, കാരണം മണിച്ചേട്ടനെ ഞാനൊന്ന് ഓഡിയോ കാസ്റ്റിലും വീഡിയോ കാസ്റ്റിലും ഒക്കെ നമുക്ക് കണ്ടുപരിചയമുണ്ട്. അപ്പൊ എനിക്ക് അദ്ദേഹത്തെ കണ്ട് അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ ചോദിക്കുന്നത് തന്നെ. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മൾ ഇന്നൊരു കലാകാരനെ പരിചയപ്പെടാൻ വന്നിരിക്കുകയാണ്. ഈ സ്ഥലം എവിടെയാണെന്നല്ലേ? സ്ഥലം എല്ലാവർക്കും അറിയുന്നതാണ്, വേൾഡ് ഫേമസ് ആയിട്ടൊരു സ്ഥലമാണ്. ആറന്മുള എന്ന് പറയും. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി എന്ന സ്ഥലത്ത് ആറന്മുള ക്ഷേത്രമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. ആറന്മുളയ്ക്ക് തൊട്ടടുത്താണ്, അതായത് നമ്മുടെ വിമാനത്താവളമൊക്കെ നിർമ്മിക്കാൻ പ്ലാൻ ഇട്ടിരുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം ആരാണെന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ പേര് ജയൻ. എന്നാൽ ജയൻ എന്നല്ല, ജയൻ ഓസ്കാർ എന്ന് പറയുമ്പോഴായിരിക്കും കുറച്ചുകൂടെ അദ്ദേഹത്തെ ആൾക്കാർ അറിയുക. അദ്ദേഹം സിനിമാ ഫീൽഡിലുള്ള ഒരുപാട് കലാകാരന്മാരുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കലാകാരൻ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. തന്നെയുമല്ല, അദ്ദേഹം ഒരു നല്ല ഗായകനും കൂടിയാണ്. അസാധ്യമായി പാടും. അപ്പം അദ്ദേഹത്തിൻ്റെ വിശേഷത്തിൽ നമുക്ക് കിടക്കാം. ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീടിന് തൊട്ട് മുമ്പിലാണ്. നമുക്കിനിയും അദ്ദേഹത്തെ കാണാം, പ്ലീസ്. ജയൻജി, നമസ്കാരം. നമസ്കാരം. നമ്മുടെ മോഹന സല്ലാപം ചാനലിലേക്ക് സ്വാഗതം. വളരെ സന്തോഷമുണ്ട് താങ്കളുടെ ഈ ഇൻ്റർവ്യൂ എടുക്കുന്നതിൽ കേട്ടോ. കാരണം ഞാൻ കുറേ നാൾ മുമ്പ് തന്നെ നമ്മുടെ സുഹൃത്തുക്കളോടും മറ്റ് ആൾക്കാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചാനലിൽ കൂടി ആദ്യമായി ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ നമ്മൾ പരിചയപ്പെടുത്താൻ പോവുകയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. എൻ്റെ ആദ്യ ചോദ്യം എന്താണെന്ന് അറിയാമോ? കലയിലേക്ക് വരാൻ കഴിഞ്ഞതെന്നാണ്, അത് എന്ന് മുതലാണ് ഈ തുടങ്ങിയതും, അതുപോലെ തന്നെ അതിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അതൊന്ന് വിവരിക്കും ആദ്യം. മോഹൻജി, ആദ്യം തന്നെ പറയട്ടെ, താങ്കൾ പറഞ്ഞു ആദ്യമായിട്ടാണ് താങ്കളുടെ ചാനലിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുന്നത്. അതെ അതെ. അപ്പോൾ എനിക്കും പറയാനുള്ളത്, ഞാനും ആദ്യമായിട്ടാണ് ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷം. അപ്പം നമ്മൾ രണ്ടുപേരും തുല്യരാണ്. എന്നാലും താങ്കളുടെ ചോദ്യത്തിനായിട്ട് ഞാനൊരു മറുപടി പറയാം. ഞാൻ ഒരു 94 കാലഘട്ടത്തിലായിരുന്നു ഞാൻ ഈ മിമിക്രി ഫീൽഡിലേക്ക് വരുന്നത്. അതിന് മുമ്പ് സ്കൂൾ ജീവിതമൊക്കെ കഴിഞ്ഞതിന് ശേഷം അമച്ചറായിട്ട് കുറച്ച് മിമിക്രിയൊക്കെ കുറേ ഉത്സവപ്പറമ്പിലൊക്കെ ഇങ്ങനെ കളിച്ച് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ക്ഷണം വരുന്നത്. കൊച്ചിൻ ഓസ്കാറിലേക്ക് ഇങ്ങനെ ഒരാൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ, കാരണം കൊച്ചിൻ ഓസ്കാർ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഒരു ഫേമസ് ആയ ഒരു ട്രൂപ്പാണ്. കലാഭവനെ പോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ട്രൂപ്പാണ് കൊച്ചിൻ ഓസ്കാർ. കലാഭവൻ കളിക്കുന്ന അതേപോലെ തന്നെ അത്രയും തന്നെ ഇരട്ടി പ്രോഗ്രാം കളിക്കുന്ന ഒരു ട്രൂപ്പായിരുന്നു ഓസ്കാർ. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു, ഞാനൊരു രാത്രി 12 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ചെന്ന് രാത്രിയിൽ ഈ നോർത്ത് സ്റ്റേഷൻ അവിടെ ഞാൻ ഇറങ്ങി. നോർത്തിലേക്ക്, എറണാകുളത്ത് നോർത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ഇത് പറയാതിരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്, കാരണം പറഞ്ഞ് മതിയാവും. കാരണം ഞാൻ ഇവിടെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ കലാഭവൻ്റെ ഓപ്പോസിറ്റ് ഒരു തട്ടുകടയിൽ നിന്ന് നമ്മുടെ പ്രിയങ്കനായ നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയ മണിച്ചേട്ടൻ കയ്യിലിങ്ങനെ പ്ലേറ്റിലിങ്ങനെ ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നോർത്തിൽ ചെന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തോടാണ് ഈ വഴി ചോദിക്കുന്നത്, ഈ കൊച്ചിൻ ഓസ്കാറിലേക്ക് പോകുന്ന വഴി ഏതാണെന്ന് ചോദിച്ചു. സമയം നോക്കിക്കോണം, രാത്രി 12-1 മണിയോളമായി. അപ്പോൾ അദ്ദേഹം എനിക്ക് വഴി പറഞ്ഞു തന്നു. വഴി പറയുക മാത്രമല്ല, അദ്ദേഹം എന്നെ കൈക്ക് പിടിച്ച് ഓസ്കാറിൻ്റെ ഓഫീസിൻ്റെ അവിടെ വരെ കൊണ്ട് എന്നെ വിട്ടിട്ട് പറഞ്ഞു, ഇതാണ് ഓഫീസ്, നേരെ മേളിലോട്ട് കയറിയോ, അവിടെ പ്രാക്ടീസ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹമാണ് എന്നെ കൈ പിടിച്ച് ആദ്യം അതിൻ്റെ പടി ചവിട്ടുന്നത്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, കാരണം അത് പറഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് പേര്. ആ സമയത്ത് ഇത് മണിച്ചേട്ടനാണെന്നുള്ള താങ്കൾക്ക് അറിയാം? എനിക്കറിയാം, കാരണം മണിച്ചേട്ടനെ ഞാനൊന്ന് ഓഡിയോ കാസ്റ്റിലും വീഡിയോ കാസ്റ്റിലും ഒക്കെ നമുക്ക് കണ്ടുപരിചയമുണ്ട്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ കണ്ട് അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ ചോദിക്കുന്നത് തന്നെ. അങ്ങനെ നേരെ ഓഫീസിലേക്ക് കയറി ചെന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അങ്ങനെ സംസാരത്തിനിടയിൽ എങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ ചോദിച്ചു? എന്നോട് ചോദിച്ചു എവിടെ നിന്ന് വരുന്നു. ഞാൻ പറഞ്ഞു അപ്പം ഓസ്കാറിലേക്കാണോ എന്ന് പറഞ്ഞപ്പോൾ ഓസ്കാറിലേക്ക് ഇപ്പോൾ ആള് സെലക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിനോട് എവിടുന്ന പേര്. എന്നെ കണ്ടപ്പോൾ തന്നെ അത് അന്ന് ഇതുപോലല്ലായിരുന്നു, നല്ല വണ്ണമൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഈ മോഹൻലാലിൻ്റെ എന്നെ കണ്ടപ്പോൾ തന്നെ ആദ്യം അത് ചോദിച്ചു, മോഹൻലാലാ ഇങ്ങനെ ആദ്യം ചോദിച്ചത്. അപ്പോൾ ഞാൻ ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ അദ്ദേഹം എന്നെ വിളിച്ച് അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി ആ സ്റ്റെപ്പ് വരെ എന്നെ വിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ശരി മണിച്ചേട്ടാ, കാണാമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് കാണാമെന്ന് പറഞ്ഞ് കൈ തന്നു, ഷെയ്ക്കാൻ തന്നു. അദ്ദേഹം പിരിഞ്ഞു. അങ്ങനെ ഓസ്കാറിലേക്ക് അദ്ദേഹം ഈ പറഞ്ഞ കലാഭവനിൽ തന്നെ വർക്ക് ചെയ്യുന്ന സമയം കലാഭവനിലായിരുന്നു അദ്ദേഹം. അങ്ങനെ പിന്നെ ഞാൻ അവിടെ ചെന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ രാവിലെ ആയിരുന്നു സെലക്ഷനൊക്കെ, ഇന്റർവ്യൂലൊക്കെ സെലക്ഷൻ ആയത്. അങ്ങനെ എന്തായാലും ഓസ്കാർക്ക് അതായിരുന്നു എൻ്റെ മിമിക്രി ജീവിതത്തിലെ ആദ്യം ഒരു തുടക്കം എന്ന് പറയാൻ. അവിടെയാണ് ഓസ്കാർ ആയിരുന്നു, അവിടെ നിന്നായിരുന്നു ഒരു ചവിട്ടുപടി പോലെ നമ്മൾ തുടങ്ങിയത്. പിന്നെ
ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വയനാട്, കണ്ണൂർ, കാസർഗോഡ് ആ ഒരു ഭാഗത്താണ് ഓസ്കാറിന് ഏറ്റവും കൂടുതൽ പ്രോഗ്രാം. ശരി. അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നു 4 വർഷം കണ്ടിന്യൂസ് ഓസ്കാറിൽ കളിച്ചു. അതിനുശേഷം പിന്നെ വേറെ ഒരുപാട് ക്ഷണം ഒരുപാട് ട്രൂപ്പിലേക്ക് വന്നു. അങ്ങനെ കുറേ ട്രൂപ്പിൽ തിരുവനന്തപുരം അപ്പം കുറേ കാലം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ കൊച്ചി എന്ന് പറയുന്ന ഒരു മിമിക്രിയുടെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഏത് കൊച്ചി ബാനർ കൊച്ചിനിട്ടെന്ന് പറഞ്ഞാലും അവർക്ക് പ്രോഗ്രാമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പെട്ടെന്ന് ഈ കൊച്ചി സമിതിക്കാർക്ക് പ്രോഗ്രാം കുറഞ്ഞു പോയി. അങ്ങനെ വന്നപ്പോൾ നേരെ ട്രിവാൻഡ്രത്തേക്ക് അവർ പിടിച്ചു. ട്രിവാൻഡ്രം നമ്മുടെ സുരാജ് വെഞ്ഞാറുമൂടൊക്കെ ഭയങ്കരമായിട്ട് ഫീൽഡിൽ കത്തി ഇറങ്ങുന്ന സമയമായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ കുറച്ചാൾ തിരുവനന്തപുരത്ത് കളിച്ചു. അത് കഴിഞ്ഞ് കൊല്ലം, കോട്ടയം അങ്ങനെയൊക്കെ കുറേ, പിന്നെ ഇതിനിടയ്ക്ക് കുറേ ട്രൂപ്പുകൾ ഡയറക്റ്റ് ചെയ്തു. ഒന്ന് നമ്മുടെ കൃഷ്ണൻകുട്ടി നായരുടെ ഒരു ട്രൂപ്പ് ഡയറക്റ്റ് ചെയ്യാൻ സാധിച്ചു തിരുവനന്തപുരത്ത് ചെന്നിട്ട്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ വേറെ ഒരു 1-2 സിനിമാ താരങ്ങളുടെ ട്രൂപ്പുകളൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാൻ ഈ സമയത്ത് എനിക്ക് പറ്റി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താ പറയുക, ഏത് കലാകാരനും ഉള്ള ഒരു പ്രതിസന്ധിയാണല്ലോ സാമ്പത്തികം. തീർച്ചയായിട്ടും കലാഫീൽഡിൽ കത്തി നിന്നെന്ന് പറഞ്ഞാലും കലാകാരന്റെ ഉള്ളിലെ കാര്യങ്ങളും അല്ലെങ്കിൽ അവന്റെ ബാക്ക്ഗ്രൗണ്ടും ആരും തിരക്കുന്നില്ല. അങ്ങനെ വീട്ടില് സാമ്പത്തികമായിട്ടുള്ളൊക്കെ ഇച്ചിരി പ്രയാസം വന്നപ്പോഴാണ് എന്തെങ്കിലും വേറൊരു ഫീൽഡിലൂടെ വേണം. അതുവരെ മിമിക്രി മാത്രമാണെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. മിമിക്രി എന്ന് പറഞ്ഞാൽ എന്റെ ജീവനായിരുന്നു. അന്ന് പക്ഷേ ഈ വേദികളിലൊക്കെ പോകുമ്പോഴും സാമ്പത്തികം വളരെ ഞെരുക്കത്തിൽ തന്നെ വരുമാനം മോശമായിരുന്നു. ഫാദറിന് ജോലി ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അത്യാവശ്യം നമ്മുടെ ചെലവുകൾ നടന്നു പോകുന്നുണ്ടായിരുന്നു. അത് ഈ പറയുന്ന വലിയൊരു ഇന്നത്തെ കാലത്ത്, കാരണം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ മീഡിയ ഒന്നും ഇത്രത്തോളം ഇതിലേക്ക് വരുന്ന ഒരു കാലഘട്ടമല്ല. യൂട്യൂബർ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഇവിടുന്ന് അങ്ങനെ സാമ്പത്തികമായ ഇച്ചിരി പ്രയാസം വന്നപ്പോൾ എനിക്ക് ഇവിടുന്ന് നാട് വിടേണ്ടി വന്നു. നാട് വിടുന്നില്ല, ഗൾഫിലേക്ക് പോകേണ്ടി വന്നു. എൻ്റെ അളിയൻ ഗൾഫിലുണ്ടായിരുന്നു. അളിയൻ ഒരു വിസ എടുത്ത് തന്നു. അങ്ങനെ എനിക്ക് പോകേണ്ടി വന്നു. അങ്ങനെ പിന്നെ ഒരു 4 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അത് കഴിഞ്ഞ് തിരിച്ചു വരണം എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ എനിക്ക് നടക്കാതെ പോയി. 5 വർഷം എന്നുള്ളത് ഒരു 20-22 വർഷത്തോളം ജീവിതമായി. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു ചോദ്യം ചോദിക്കാം. നമ്മുടെ പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനും വിശേഷങ്ങൾ ഇനി നമുക്ക് മുമ്പോട്ട് അറിയാനുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് അപ്പൊ അവരിൽ ഏതെങ്കിലും ആദ്യം ഇതിന് തോന്നുന്നതാണ് ഒരു അങ്ങനെ ഒരു ശബ്ദം നമുക്ക് കേട്ടിട്ട് നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് കിടക്കാം. അനുകരിക്കാനാണോ പറയുന്നത്? ആദ്യം എന്താ പറയുന്നത്, നമ്മള് തുടക്കം, അത് ഏതൊരു മിമിക്രി ആർട്ടിസ്റ്റും അന്നത്തെ കാലത്ത് തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ നസീറിനെ അനുകരിച്ചുകൊണ്ടായിരുന്നു എല്ലാവരും ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്നത്. ആ നസീർ കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ഓരോ താരങ്ങളിലേക്ക് വന്നു. അങ്ങനെ പലർക്കും പല കഴിവാണല്ലോ. ഞാനും ആദ്യം നസീറിലാണ് തുടങ്ങിയത്. അപ്പൊ പ്രിയങ്കനായ നമ്മളെ വിട്ടുപിരിഞ്ഞ നസീറിന്റെ ശബ്ദം എടുക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ്, ഒരുപാട് പ്രാക്ടീസിന്റെ കുറവുകളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാടുണ്ട്. കാരണം അന്നെന്ന് പറഞ്ഞാൽ എന്നും രാവിലെ എഴുന്നേറ്റ് ആദ്യം കാപ്പി കുടിക്കുന്നതിന് മുമ്പ് പ്രാക്ടീസ് ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാക്കിയെല്ലാം. പക്ഷെ ഇന്ന് നമുക്ക് അതിനുള്ള ഒരു ടൈം കണ്ടെത്താറില്ല. അപ്പം ജീവിതമായിട്ടൊക്കെ മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അത് ഇച്ചിരി പ്രൊമോട്ട് പോയതുകൊണ്ടായിരിക്കാം നമ്മളും ഇച്ചിരി ബാക്കിലോട്ട് അതിനെ. പ്രിയമുള്ള എൻ്റെ മലയാള സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച് എനിക്ക് ഇന്നൊരു രാഷ്ട്രീയക്കാരനെ അഭിനയിക്കാൻ പറ്റുകയില്ലെന്ന് ചോദിച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും കഴിയും. മലയാള സിനിമയിൽ ഒരു പൊട്ടനായും ഒരു ഭ്രാന്തനായും അഭിനയിച്ച എനിക്ക് ഇന്നൊരു രാഷ്ട്രീയക്കാരനായിട്ട് അഭിനയിക്കാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും എൻ്റെ ശാരദയെ, എന്നെ വിട്ടുപിരിഞ്ഞ് പോയപ്പോൾ ഒരിക്കൽ പോലും നീ എന്നെക്കുറിച്ച് ഓർത്തിരുന്നില്ല. നിന്നെ ഓർത്ത് ഞാനും എൻ്റെ ബാബുമോനും ഒരുപാട് വിഷമിച്ചിരുന്നു. എങ്കിലും വീണ്ടും നിന്നെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. നന്ദി. പക്ഷെ വളരെ ഗംഭീരമായി. പക്ഷെ ഇപ്പൊ പ്രാക്ടീസോട് ചെയ്യുവാണെങ്കിൽ ഏത് തരത്തിലാക്കും? ഇത് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ, ഒന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്. 5 വർഷത്തോളം ഉണ്ടായിരുന്നല്ലോ? 20 വർഷം. 22 വർഷം. 22 വർഷം. ഓക്കെ. 22 വർഷത്തിന് ശേഷം തിരിച്ച് നാട്ടിൽ 10 വർഷമായി. 4 വർഷം. 4 വർഷം. അപ്പൊ തിരിച്ചിപ്പം നമ്മുടെ കലാഫീൽഡിലേക്ക് തന്നെ വീണ്ടും ആഗ്രഹം വീട്ടിലേക്ക് വരണം എന്നൊരാഗ്രഹം. പിന്നെ നമ്മുടെ ആരുമായിട്ട് ഇതുവരെ കോണ്ടാക്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്നത്തെ താരങ്ങളൊക്കെ ഒരുപാട് പേര് ഇപ്പൊ എല്ലാവരും സിനിമയിലൊക്കെയാണ്. കോണ്ടാക്ട് ഒക്കെ വളരെ ചുരുക്കമാണ്. കാരണം എല്ലാവരും തിരക്കിലാണല്ലോ. കാരണം എന്നെ പോലെയാണ് ഇത്രയും നാൾ ഫീൽഡിൽ നിന്ന് ഔട്ടായി നിന്നപ്പോൾ ഒരുപാട് പേര് അന്ന് നേരിട്ട് കണ്ടപ്പോൾ ചോദിച്ചു, ജയനെ എവിടെയായിരുന്നു എന്ന് പലരും ചോദിച്ചു. കാരണം ഇത്രയും വർഷം നമ്മൾ മാറുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എവിടെയായിരുന്നു? കാരണം അന്ന് ഞാൻ പോകുമ്പോൾ മീഡിയ ഇല്ലായിരുന്നു. ഇത്രയും ഞാൻ പോയി കഴിഞ്ഞാൽ ഇത്രത്തോളം മീഡിയ കയറി തെളിഞ്ഞത്. മീഡിയ വന്നപ്പോഴത്തേനും എല്ലാവർക്കും അവസരങ്ങളായി. അന്ന് ഒരു ചാനലിലേക്ക് കയറാനൊക്കെ നമ്മൾ കൊതിച്ചിരുന്ന സമയങ്ങളുണ്ട്. നാഗക്കൂടെ ഏഷ്യാനെറ്റിന്റെ ഒരു കോമിക്കോളം മാത്രമേ ഉള്ളായിരുന്നു അന്നത്തെ കാലത്ത്. ബാക്കി എല്ലാവർക്കും അന്നൊരു ചാനൽ കാണുന്ന, പിന്നെ ദൂരദർശനിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അപ്രതീക്ഷിതമായിട്ട് ചാൻസ് കിട്ടി. അതൊക്കെ ഉള്ളൂ നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് പറയാം. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ യാദൃശ്ചികമായിട്ട് ദൂരദർശനിൽ ഒരു മിമിക്രി അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടി. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ നമുക്കൊരു ചാനൽ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക്. അപ്പോ ഈ സിനിമ മേഖലയിലുള്ള ആൾക്കാർ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഒരുമാതിരി. അതിലിപ്പം നമുക്ക് എടുത്തു പറയാനുള്ളത്, ഇപ്പൊ ഏറ്റവും എനിക്ക് ദൃശ്യം സിനിമ ഇറങ്ങിയതിനു ശേഷം ഷാജോൺ കലാഭവനാണ് ഏറ്റവും കൂടുതൽ
നല്ല ഇപ്പം പോപ്പുലറായിട്ട് നിൽക്കുന്ന ഏത് റോള് കൊടുത്താലും അനായാസമായി ചെയ്യാൻ അതെ അതെ കഴിവുള്ള അതെ അതെ നടനാണ് കലാഭവൻ ഷാജോൺ. അതെ. അപ്പോൾ ഷാജോണിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഓഹോ അത് ശരി. അദ്ദേഹം ഇവിടെ വീട്ടിലൊക്കെ വന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിലൊരു പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചപ്പോൾ സന്തോഷപൂർവ്വം വന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് നമ്മുടെ സത്യം പറഞ്ഞാൽ എല്ലാവരും ഉണ്ടപ്പക്കറും എന്ന് വിളിക്കുന്നെങ്കിലും ഇന്നും എനിക്ക് അദ്ദേഹത്തെ ഉണ്ടപ്പക്കറും എന്ന് വിളിക്കാൻ തോന്നുന്നില്ല. കാരണം ഞാൻ അന്നും വിളിച്ചിരുന്ന അജി എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് ശരിക്കും അജി എന്നാണ്. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ ഞാനും നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതെ അജിയുമായിട്ട് പ്രോഗ്രാം ചെയ്യാനുള്ള ഒന്നിച്ച് പ്രോഗ്രാം ചെയ്തു. പിന്നെ ടിനി ടോം യാദൃശ്യമായിട്ട് അദ്ദേഹവുമായിട്ട് പ്രോഗ്രാം ചെയ്തു. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളുമായിട്ട് പ്രോഗ്രാം ചെയ്ത് ഇന്ന് ഫീൽഡിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുമായിട്ട് അങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓ അത് ശരി. ഒരുപാട് സന്തോഷം. ഇത് ഈ കഥകൾ കേൾക്കുമ്പോൾ വളരെ എന്തായാലും ഈ ഫീൽഡിലൊക്കെ തിരിച്ചെന്തായാലും വന്നു എന്ന് വേണം പറയാൻ. പക്ഷെ അത് തുടക്കം കുറിച്ചിട്ടില്ല. എന്തായാലും അതിന്റെ ഒരു അനുഗ്രഹം കൂടി ഉണ്ടാവും. വീഡിയോ അതിനൊരു കാരണമാകട്ടെ. ഈ വീഡിയോ കൂടി അതിനൊരു കാരണമാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത ഒരു കലാകാരനെ കൂടെ നമുക്കൊന്ന് കേട്ടാലോ? ആയിക്കോട്ടെ പ്ലീസ്. നമ്മുടെ മൺമറഞ്ഞു പോയ ഒരു നടനാണ് MS തൃപ്പൂണിത്തറ. എനിക്ക് തോന്നുന്നു നസീർ കഴിഞ്ഞാൽ ആദ്യം രണ്ടാമത് മിമിക്രി ആർട്ടിസ്റ്റുകൾ ഏറ്റവും കൂടെ അനുകരിച്ച് വരുന്ന ഒരാളാണ് MS. അതെ അതെ. ഞാനും അങ്ങനെയാണ്. പഴയ ഒരാളായതുകൊണ്ട് എനിക്കും തുടക്കം അദ്ദേഹത്തിൽ നിന്നും ആയി. അതെ 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 അതെ. വീണ്ടും നല്ല ബേസ് ഉള്ള സ്വരമാണ്. അതെ MS തൃപ്പൂണിത്തറയുടെ വോയിസ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. ശേഷാദ്രിയെ കണ്ടു, പ്രയോജനമില്ലത്രേ. ഈ വാസുവിനെ അന്വേഷിച്ചു. ഞാനങ്ങ് പാലക്കാട് സേനായിരിക്കുന്ന കാലത്ത് മിസ്റ്റർ പൂട്ടാ സിംഗ് അയാൾ എന്നോട് പറയുവാ, അയാൾക്ക് പോകുമ്പോഴത്രേ എന്നെ താൻ എന്നെ കണ്ടിട്ട് ഒരു കാര്യമില്ലതേ. അപ്പൊ ഞാനങ്ങോട്ട് പോവാന്നേ. ഒന്നിക്കൊന്നും വച്ചാട്ടോ. ഇത് നമ്മുടെ പ്രേക്ഷകർ ഏറ്റവും എടുക്കും തീർച്ചയായിട്ടും. അപ്പോ ഈ 4 വർഷമായിട്ട് ഇവിടെ വന്നതിന് ശേഷം മറ്റേ കലാകാരന്മാരുമായിട്ട് ഒന്നും പരിചയപ്പെട്ടില്ല, അല്ലെങ്കിൽ ആ പരിചയം നമ്മൾ പുതുക്കില്ല, ആരും കാണാനൊന്നും പറ്റിയില്ല അല്ലെ? 1-2 പേരെയൊക്കെ നമ്മൾ കോൾ ചെയ്തു. പക്ഷെ എന്താ പറയുന്നത്, നമുക്ക് ഇപ്പം വിളിക്കാൻ ആഗ്രഹിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും തിരക്കിലാണ്. നമ്മൾ വിളിക്കുമ്പോഴൊന്നും നമ്മളുമായിട്ടൊന്നും അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ അവർക്ക് ടൈം കണ്ടെത്താറില്ല. കാരണം അവർക്ക് ടൈമില്ല. കാരണം നമ്മൾ അതിനകത്ത് കുറ്റം പറയുമല്ല, അവരുടെ ഈ തിരക്കും കാര്യങ്ങളും ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തിരക്കും. നമ്മൾ അവരെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് പലപ്പോഴും നമ്മൾ ഒഴിവാകാറുണ്ട്. പിന്നെ അവർ നമ്മളെ കാണണമെന്നോ അല്ലെങ്കിൽ നമ്മളെ തിരിച്ചിങ്ങോട്ട് കോൺടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമുക്കൂടെ അവരെ വിളിക്കാൻ തോന്നുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആരും വിളിക്കാതിരിക്കുന്നത് മാക്സിമം. തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ ഇത്തരം കടന്നു വന്ന ഒരാളാണ്. അപ്പം നേരത്തെ ഉണ്ടായിരുന്നതും ആളാണ്. നമസ്കാരം. തന്നെയുമല്ല, ഇപ്പൊ നിലവിൽ ഇദ്ദേഹം താമസിക്കുന്നത് ഇവിടെ ആറന്മുള എന്ന സ്ഥലത്താണ്. പക്ഷെ ഇദ്ദേഹം അറിയപ്പെടുന്നത് പന്തളം. അല്ലെ? അങ്ങനെ എൻ്റെ ഒരു സ്കൂൾ ജീവിതവും എല്ലാം പന്തളത്തായിരുന്നു. പന്തളത്തുനിന്ന് അവിടുന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് പിന്നെ ആറന്മുള എന്നറിയപ്പെടുന്നത്. അതിനു മുമ്പ് പന്തളം ജയൻ എന്നാണ്. എനിക്ക് തോന്നുന്നത് അന്ന് ഫീൽഡിലൊക്കെ ഉള്ള ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അറിയപ്പെട്ടിരുന്നത് പന്തളം ജയൻ എന്നാണെന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നിരുന്നു അല്ലല്ലോ? ഇല്ലില്ല, വന്നിരുന്നില്ല. ഗൾഫിൽ പോകുന്നത് ഇവിടുന്നാണ്. ഗൾഫിൽ പോകുന്നത് ഇവിടുന്നാണ്. ഓ അത് ശരി. 95 എനിക്ക് തോന്നുന്നു 95-ലാണെന്ന് തോന്നുന്നു ഇവിടെ. 96 ഇവിടെ വരുന്നു. 97 എൻ്റെ മാരേജ് നടന്നു. പന്തളത്ത് നമുക്ക് ഒരുപാട് കലാകാരന്മാരുണ്ടല്ലോ. ഓൾറെഡി എത്രയോ ആൾക്കാർ, പന്തളം ബാലൻ, പന്തളം പ്രമോദ്, ഒരുപാട് നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റാൻ എത്രയോ ആൾക്കാരുണ്ട് പന്തളത്തുകാർ. അന്ന് അറിയപ്പെടുന്നത്, പന്തളത്ത് അറിയപ്പെടുന്നത് ഞാൻ, പന്തളം ജയൻ എന്ന് അറിയപ്പെടുന്നത്, പിന്നെ പന്തളം ജോസ് എന്ന് പറഞ്ഞൊരു കലാകാരനുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച വ്യക്തികളാണ്. അങ്ങനെയൊക്കെ ഞങ്ങൾ 1-2 പേരെ ഉള്ളായിരുന്നു. പിന്നെ ബാലചേട്ടനെ ബാലചേട്ടൻ നല്ല ഫേമസ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ഗാനമേളയിൽ പിന്നെ അദ്ദേഹമായിരുന്നല്ലോ. അദ്ദേഹത്തിന് ട്രൂപ്പ് ഉണ്ടായിരുന്നു, ഹാസ്യ എന്നൊക്കെ പറഞ്ഞത്. ഇനി അടുത്ത ഒരു കലാകാരൻ ആരായിരിക്കും? അടുത്ത നമ്മുടെ ലേലം എന്ന ചിത്രത്തിലൂടെ അല്ല, അദ്ദേഹം ഒരുപാട് സിനിമകൾ നമുക്ക് സമ്മാനിച്ച വ്യക്തിയാണ്. എന്നാൽ എനിക്ക് തോന്നുന്നു ലേലം സിനിമയാണ് അദ്ദേഹത്തെ കുറച്ചുകൂടെ ഫേമസ് ആക്കി കൊണ്ടുവന്നത്. കൊല്ലം തുളസി എന്ന് പറഞ്ഞ ഒരു, എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് ഒരുമാതിരിപ്പെട്ട ആരും ചെയ്യാത്ത ഒരു വോയിസ് ആയിരുന്നു. അന്ന് എല്ലാവരും പറയുമായിരുന്നു ജയൻ. കാരണം അന്ന് ഇപ്പൊ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അന്ന് ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നത് അന്ന് കൊല്ലം തുളസി എന്ന് പറഞ്ഞ ആളുടെ ശബ്ദം ആദ്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ആ സമയത്ത് എൻ്റെ അറിവിൽ ഞാനായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ വോയിസ് ചെയ്യാം. ചേട്ടത്തിയേ, ദേ മാപ്പി ഇങ്ങെത്തി. അത് ഞാൻ പറയുന്നുണ്ടല്ലോ ബേബി. പോയ തവണ നിങ്ങൾ ചാരയിലും കഴിഞ്ഞ് നിങ്ങൾ സമസ്താപരാധവും പറഞ്ഞ കാലേ കെട്ടി ഇവിടെ അറിഞ്ഞപ്പോ സ്വന്തം പേര് പിടിച്ച കൊല്ലവും പത്രത്തിന്റെയും KK ഗ്രൂപ്പിന് ഒഴിഞ്ഞു കൊടുത്ത മഹാമനസ്കരാണ് ഈപ്പച്ചായൻ. പകരം നിങ്ങൾ കാണിച്ചതോ ശുദ്ധ ഭോഗൃതരം. അവസാനം ഗസിന്റെ കുടിശ്ശി തീർക്കാൻ ഈപ്പച്ചായൻ വിളിച്ച് പറഞ്ഞപ്പോ MLA ഓർമ്മ ഉണ്ടായിരുന്നല്ലോ, ഇവരെല്ലാം കൂടെ മുണ്ടും പൊക്കി ചൊറിഞ്ഞു പിടിച്ച ഒരൊറ്റ നടപ്പാ. ഞാൻ ഇത് പറയുമ്പോൾ ഒരു സ്റ്റേജിൽ ഇതുപോലെ സ്റ്റേജ് ചെയ്യുമെന്ന് പറയാനോട് ചോദിച്ചു, ചേട്ടാ ഈ ഡയലോഗ് മാത്രമേ ഉള്ളൂ കൊല്ലം തുളസിയുടെ പറയുന്നത്, വേറെ എന്തെങ്കിലും പറയാമോ? അപ്പോൾ ഞാനത് ഒന്നുകൂടെ ഒന്ന് പറയാം. കാരണം കേൾക്കുന്ന പ്രേക്ഷകരെ വിചാരിക്കും ഇദ്ദേഹം ഈ ഒരു ഡയലോഗ് സ്ഥിരം പറയുന്ന ഒരു സംഭവമാണ്. കൊല്ലം തുളസിയുടെ വേറെ നമ്മുടെ കിരീടം എന്ന സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗാണ്. എടോ അച്യുനാരെ, രാമപുരം എൻ്റെ AC ആയിട്ടുള്ള ഫസ്റ്റ് പോസ്റ്റിംഗ് അവിടെ ആയിരുന്നു. വെള്ളം കുടിച്ചു പോലും എൻ്റെ അച്യുനാരെ, ഞാൻ ഇനി അങ്ങോട്ടൊന്നും പോകണ്ട. പറയുന്നുണ്ട്. അപ്പൊ അത് പലരോട് ചോദിച്ചിട്ടുണ്ട് ഈ ഡയലോഗ് മാത്രമാണോ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പറയാം ഏത്. പക്ഷെ ഇന്നത്തെ കാലത്ത് മിമിക്രി ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രഗണ്യന്മാരാണ്.
പഴയ കാലം നമ്മളൊരു സിനിമയിലെ ഡയലോഗ് എടുത്ത് കാച്ചുമായിരുന്നു. അതെ. ഇന്നും അങ്ങനെ തന്നെയാണ്. അതെ. പക്ഷെ എന്നാൽ പോലും ഇന്നത്തെ മിമിക്രി ആർട്ടിസ്റ്റ് അങ്ങനെയല്ല. നടന്മാരുടെ ശബ്ദം അനായാസന ചെയ്യാൻ കഴിവുള്ള അതെ, സത്യം അതെ, പറഞ്ഞാൽ എനിക്കൊക്കെ ഇറങ്ങാൻ പേടിയാണ്, ഭയമാണ്. കാരണം അത്രത്തോളം പെർഫെക്ഷൻ ആണ് ഇന്നത്തെ മിമിക്രി അതെ, ആർട്ടിസ്റ്റുകളുടെ അതെ, അതെ, സത്യം, സത്യം. അനുകരണം എന്ന് പറയുന്നത്. എന്തായാലും എനിക്ക് പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും താങ്കളും അതിനൊട്ടും പിന്നിലല്ല എന്നുള്ളത് എനിക്കിപ്പോൾ തോന്നുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പം നമ്മുടെ പ്രേക്ഷകർ കാണുന്നവർക്ക് ഒരുപക്ഷെ അതും അറിയാനൊരു ആഗ്രഹം കാണും. ഫാമിലിയിൽ എങ്ങനെയാണ്, മക്കൾ എത്ര പേരുണ്ട്, അച്ഛനമ്മ, ഇവരുടെ വിവരം അറിഞ്ഞാൽ കൊള്ളാം. അച്ഛന് അമ്മയും എന്നെ വിട്ട് പിരിഞ്ഞു പോയി. അച്ഛനും അമ്മയും മരിച്ചു. ഞാനിവിടുന്ന് ഗൾഫിൽ പോകുന്ന സമയത്തായിരുന്നു ഫാദറിൻ്റെ മരണം. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് വരേണ്ടി വന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിവിടെ വന്ന് 4 വർഷം നാട്ടിലുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ സമയത്തായിരുന്നു അമ്മയുടെ മരണം. അതുകൊണ്ട് അമ്മയെ നോക്കാൻ എനിക്കൊരു ദൈവം ഒരു വലിയൊരു ഭാഗ്യം തന്നു. അമ്മയെ ശുശ്രൂഷിക്കാൻ, പ്രായമായ എൻ്റെ അമ്മയെ നോക്കാൻ ദൈവം വലിയൊരു ചാൻസാണ് എനിക്ക് തന്നത്. കാരണം ഇന്നത്തെ കാലത്ത് അറിയാമല്ലോ, പ്രായമായ മാതാപിതാക്കളെയൊക്കെ ഉപേക്ഷിച്ച് കളയുന്ന മക്കളാണ് ഇന്ന് കൂടുതലും. പക്ഷെ എനിക്ക് എൻ്റെ അമ്മയെ നോക്കാൻ നൽകിയ ഒരു അവസരം ഞാൻ ദൈവത്തിന് നന്ദി പറയാം. അവൻ അമ്മയും വിട്ട് പിരിഞ്ഞു പോയി. പിന്നെ ഉള്ളത് ഇപ്പോൾ ഇവിടെ വീട്ടിലുള്ളത് ഞാനും എൻ്റെ വൈഫും മാത്രമേ ഉള്ളൂ. മക്കള് ഒരാൾ ഗൾഫിൽ ജോലി ചെയ്യുന്നു, ഒരാൾ കൊല്ലത്ത് വർക്ക് ചെയ്യുന്നു. മൂത്തവൻ്റെ പേര് ജിതിൻ ജയകുമാർ, രണ്ടാമത്തവൻ്റെ പേര് ജിത്തു ജയകുമാർ. മൂത്തവന് നല്ലതായിട്ട് ഒരുമാതിരി അത്യാവശ്യമായിട്ട് പാടുന്ന ആളാണ്. അത് ശരി. പിന്നെ അദ്ദേഹത്തെ കൂടെ നമുക്ക് ഇനിയും വരും ആയിക്കോട്ടെ. തീർച്ചയായിട്ടും. പിന്നെ വൈഫ് പിന്നെ പന്തളത്താണ് വീട്. ഞങ്ങൾ ഇപ്പം 97-ലായിരുന്നു മാരേജ് കഴിഞ്ഞത്. അന്ന് മുതൽ വരെ സന്തോഷകരമായ കുടുംബജീവിതം. ആദ്യമൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഗൾഫിലൊക്കെ പോകുന്നതിന് മുമ്പ് ആയാലും പോകുന്ന സമയത്ത് തന്നെ ഡ്രസ്സുകളൊക്കെ റെഡിയാക്കി വെക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അങ്ങനെയൊക്കെയുള്ള ചോദിക്കും. പിന്നെ ഭയങ്കര സപ്പോർട്ടാണ്. അത് തന്നെയാണല്ലോ നമുക്ക് വേണ്ടത്. ഒരുപാട് പ്രോഗ്രാംസ് കാണാനും വരാനുള്ള താല്പര്യമൊക്കെ. അത് ശരി. കലാകാരനെ കുറിച്ച് പറയുമ്പോൾ ആക്ച്വലി ഫാമിലിയിൽ ആയി കഴിയുമ്പോൾ ഒരു മാരേജ് ലൈഫ് ആകുമ്പോഴത്തേക്കും അവരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വൈഫ് തന്നെയായിരിക്കും. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ടോ മോഹൻജി, കാരണം ഒരു കലാകാരൻ യഥാർത്ഥ നല്ലൊരു കലാകാരനാണ് അവൻ്റെ ഫാമിലി അവൻ കയറി ചെയ്തിരിക്കും. കാരണം അതില്ലാത്തവൻ ഒരു കലാകാരനെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എടുത്ത് നമ്മളിന്ന് ഒരുപാട് ഇന്ന് മോഹൻലാൽ പോലും നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം അവരുടെ ഫാമിലിയെ കയറി ചെയ്യുന്ന ആൾക്കാരാണ്. അതാണ് ഒരു കലാകാരൻ്റെ ജീവിതം. ഫാമിലി കലാകാരനാന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ എന്താ പറയുന്നത്, ഒഴുകി പോകരുത്. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് മെച്ചറായിട്ട് ചിന്തിക്കണം. ആ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. അതെ അതെ, നമ്മള് പേരുദോഷം കേൾപ്പിക്കുന്ന ഒരു കലാകാരനായി തീരാതെ നല്ലത് മാത്രം കേൾപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. പിന്നെ നമുക്ക് ഒരു കലാകാരനോടെ കേൾക്കാം. ആയിക്കോട്ടെ. അതിപ്പോ ഏതായിരിക്കും പറയാ? അടുത്ത നമ്മുടെ പിന്നെ ഒരുപാട് അതും അധികം ആൾക്കാരും അനുകരിക്കാത്തൊരു നടനാണ് ശ്രീ വിനു ചക്രവർത്തി. അദ്ദേഹം ഒരു തമിഴ് നടനാണ്. ലേലം, തെങ്കാശിപട്ടണം, മേലെപ്പറമ്പിലെ മാൻവീട് എന്ന സിനിമകളിലൊക്കെ ഒരുപാട് സിനിമകളിൽ നല്ല നല്ല വേഷം ചെയ്തൊരു നടനാണ് വിനു ചക്രവർത്തി. എനിക്കും പേഴ്സണലി അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ വോയിസ് ഒന്ന് ചെയ്യാം. என்ன ஆம்பள சிங்கோ, இந்த வீரபாண்டி தேவருக்கு ஏரியாவில் வந்து விளையாட்டு காட்டுறீங்களா? திருப்பி எப்படி ஊருக்கு போம்? முழுசா பார்சல் பண்ணி அனுப்பட்டுமா? என்ன குட்டநாயரே, இன்னைக்கு என் பிறந்த நாள், எல்லாரும் வருங்க, ആടുങ്ങൾ പാടുങ്ങൾ. സൂപ്പർ. അപ്പോ സോറി, ഓസ്കർ തന്നെ എങ്ങനെയാണ്? അപ്പൊ അങ്ങനെ ഒരു കലാകാരൻ വീട്ടിൽ ഒതുങ്ങിയിരിക്കേണ്ട ആളല്ല. അല്ല, പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് മോൻജി, ഈ ഓസ്കാർ ജയൻ എന്ന് പറയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എങ്ങനെ നമ്മൾ വന്ന വഴി മറക്കരുത്. കാരണം ആ ട്രൂപ്പിലൂടെയാണ് ഞാൻ ഫേമസ് ആയവർ. അപ്പൊ നമുക്ക് ആ ട്രൂപ്പ് ഇന്ന് ഒരുപക്ഷെ ആ ട്രൂപ്പ് ഇല്ലെങ്കിൽ പോലും ആ ട്രൂപ്പിന്റെ പേര് പറയുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെ തന്നെ എല്ലായിടത്തും പറയാനും ആഗ്രഹിക്കുന്നു. കാരണം പ്രൊഫഷണൽ ഞാൻ ചോദിക്കട്ടെ, ഈ കലാഭവൻ മാത്രം പറയുന്ന ആൾക്കാർ ഈ ഓസ്കറിലൂടെ വന്ന ഒരുപാട് പേരുണ്ട്. കോട്ടയം നസീർ, അബി, ദിലീപ്, നാദിർ ഷാ, ഇവരെല്ലാം കൊച്ചിൻ ഓസ്കാറിൽ നിന്ന് വന്ന ആർട്ടിസ്റ്റുകൾ. ഇവർ ഇത്രയും ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഇവരെല്ലാവരും ഓസ്കറിലാണ്. നാദിർ ഷാ എന്ന് പറഞ്ഞാൽ ഓസ്കാറിലാണ് ഫസ്റ്റ് പ്രോഗ്രാം പാടാനായിട്ട് വരുന്നത്. അന്ന് മുതൽ പക്ഷെ എനിക്കൊന്ന് വളരെ കോട്ടയം നസീർ മാത്രമേ ഈ ഓസ്കാർ എന്ന് പറഞ്ഞൊരു പേര് പറയുന്നത് ഞാൻ ചാനലിൽ കൂടെ കേട്ടുള്ളൂ. നസീർ ഖാൻ മാത്രമാണ് പറയുന്നത് കേട്ടിട്ടുള്ളൂ. കാരണം അദ്ദേഹം പറഞ്ഞു കൊച്ചിൻ ഓസ്കാർ എന്ന് പറഞ്ഞ ട്രൂപ്പുണ്ട്. കാരണം ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ മാളച്ചേട്ടൻ്റെ ട്രൂപ്പായിരുന്നു. അത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പിന്നെ ബേബി പേട്ട എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ട്രൂപ്പ് മേടിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞാണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പം ഈ അബി, ദിലീപൻ, നാദിർ ഷാ ഇവരൊരു കൂട്ടുകെട്ടായിരുന്നു. ഇവർ ദേമാവലി കുമ്പത്തൊക്കെ ഇറങ്ങുന്നത് ഈ കൊച്ചിൻ ഓസ്കാറിന്റെ ബാനറിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ മാറിയാണ് കൊച്ചിൻ സാഗർ എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് ഇടുന്നത്. അങ്ങനെ അവർ ആ ട്രൂപ്പിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഓസ്കാറിലേക്ക് ആർട്ടിസ്റ്റുകൾ വേണമെന്ന് പറഞ്ഞതുപോലെ പരസ്യം കൊടുത്തപ്പോഴാണ് ഞങ്ങളെല്ലാം അവിടെ ചെല്ലുന്നത്. അപ്പം പിറ്റേ വർഷം പോലെ ഞാൻ ചെന്നതിന് ശേഷം 2ാമത്തെ വർഷം കഴിഞ്ഞാൽ തോന്നുന്നു പിന്നെ ഈ പറയുന്ന
മണിച്ചേട്ടനായാലും ഉം. ദിലീപേട്ടനായാലും ഇവരൊക്കെ ഫീൽഡിൽ വരുന്നത് ഫീൽഡ് മീൻസ് സിനിമ ഫീൽഡിലേക്ക് കൂടുതലായിട്ട് വരുന്നത് ഞാൻ എറണാകുളത്തുള്ള സമയത്താണ് ശരി. ഉള്ള സമയത്താണ്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്നായിരുന്നു ഒരു ഗൾഫിലേക്ക് ഒരു വിസ വന്ന് പിന്നെ ഒന്നും നോക്കാതെ അങ്ങ് കയറി പോകും. അന്നേരം സാമ്പത്തിക വിഷയം നമ്മുടെ അതെ മനസ്സിലായത് അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ നമുക്ക് ഒന്നും നോക്കേണ്ടി വന്നില്ല, കാരണം പെട്ടെന്ന് കയറി പോയി. അതെ ഒരുപാട് സന്തോഷം, കാരണം ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് വരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അതെ പ്രേക്ഷകർ അത് ഏറ്റെടുക്കട്ടെ. നമുക്ക് ഒരു കലാകാരനോട് കേട്ടാൽ കൊള്ളാന്ന് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം. ഏതെങ്കിലും ഒരു കലാകാരനോട് ആയിക്കോട്ടെ. പ്ലീസ് ഒരാളെ കൂടെ കേട്ടാൽ. അപ്പൊ ഇനി നമ്മുടെ പഴയ കാലത്തിലേക്ക് ഒന്ന് പോകും. മലയാള സിനിമയിൽ നമ്മുടെ KP ഉമ്മർ, അദ്ദേഹം എന്താ പറഞ്ഞ ഒരു കാലത്ത് ഞാൻ നല്ല പെർഫെക്ഷനായിട്ട് ചെയ്തു ആർട്ടിസ്റ്റ്. പിന്നെ പ്രാക്ടീസ് ഒക്കെ കുറയുന്ന കാരണം ചില പ്രോബ്ലംസ് പറ്റിയെങ്കിലും അദ്ദേഹത്തിന്റെ വോയിസ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. ഇതിനിടയ്ക്ക് അത് അവതരിപ്പിക്കുമ്പോൾ ഒരു റിക്വസ്റ്റും കൂടി ഉണ്ട്. ആയിക്കോട്ടെ. പ്രാക്ടീസ് കുറഞ്ഞെന്ന് പറയുന്നു. പ്രാക്ടീസ് കുറഞ്ഞായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷേ ഇനിയെങ്കിലും ഇനി പ്രാക്ടീസ് സ്വയം അങ്ങനെ തോന്നി തുടങ്ങിയെങ്കിൽ ഇനിയും കലാഫീൽഡിലോട്ട് ഇറങ്ങാനുള്ളതാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇനി പ്രാക്ടീസ് തുടങ്ങിക്കോളൂ. ഓക്കെ ആയിക്കോട്ടെ. ഇതെന്റെ ഒരു പ്രാക്ടീസ് ആകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ KP ഉമ്മർ. ശാരദേ, തച്ചോളി തറവാടിന്റെ വീട്ടുമുറ്റത്ത് കയറുന്ന് തണ്ടും തരവും കാണിക്കാൻ നോക്കി നിൽക്കാൻ ഉദയനക്കുറുപ്പിന്റെ കൈക്ക് തളർവാദം പിടിച്ചിട്ടുള്ള കുഞ്ഞിക്കണ്ണ അഹങ്കാരി വീടിന്റെ മുമ്പിൽ വന്ന് ധിക്കാരം പറയുന്നു. നിന്റെ വായി ഞാൻ പൂഴി നിറയ്ക്കും, ഓർമ്മയിരിക്കട്ടെ. ഇത് പെർഫെക്റ്റ് ആയിരിക്കുന്നു. ഇത് കാരണം ഒരു രക്ഷയില്ല. മോഡുലേഷൻ ഒക്കെ വരും. ഞാനത് എനിക്കത് ജഡ്ജ് ചെയ്യാൻ എനിക്കറിയില്ല, എന്നാൽ പോലും പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഈ നമ്മുടെ മോഹൻ സല്ലാം ചാനൽ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്. അത്രത്തോളം സന്തോഷമുണ്ട്. അപ്പം ഒരുപാട് സന്തോഷം. നമ്മുടെ പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കും. ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും താങ്കളെ ബന്ധപ്പെടാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പിന്നെ ഇപ്പോഴും ആഗ്രഹിക്കുന്നു മോൻജി. അത് കാരണം പുതിയ കുറേ ആർട്ടിസ്റ്റുകളുടെ വോയിസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അതിൽ എന്താ പറയുന്നത്, നമ്മളിപ്പം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ സ്റ്റാറുകളുണ്ട്. ഒന്ന് നമ്മുടെ തുടരും സിനിമയിലെ ജോർജ് സാർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു മഹാനായ നടൻ, അദ്ദേഹത്തിൻ്റെ വോയിസ് ചെയ്യാനിപ്പോൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ജാഫർക്കാടെ വോയിസ്, പിന്നെ നമ്മുടെ വെള്ളപ്പള്ളി നടേശൻ സാറിൻ്റെ വോയിസ്, അതൊക്കെ ഇങ്ങനെ പുതിയതായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇനിയിപ്പം പുതിയ ആൾക്കാരുടെ കാലഘട്ടമാണ്. ഞാനിപ്പോൾ ചെയ്തതൊക്കെ മൺമറഞ്ഞു പോയ ആർട്ടിസ്റ്റുകളാണ്. പഴയ ഒരു കലാകാരനായപ്പോൾ മൺമറഞ്ഞ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോയതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പം ഇനിയും പുതിയ കുറേ സ്റ്റാറുകളൊക്കെ ചെയ്ത് രംഗത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ. ഇനി അതുപോലെ താങ്കളുടെ ഫോട്ടോസ് അല്ലേ ആയിരിക്കുന്നത്, പഴയ ഫോട്ടോസ്. അപ്പം ആൾക്കാർ കാണുമ്പോൾ പഴയ ഒരു മുഖം കൂടെ കാണാം. അതെ ആയിക്കോട്ടെ. അത് നോക്കട്ടെ. ഇദ്ദേഹത്തിന് പഴയ ഫോട്ടോയാണ്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് കാണാം. എടുക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ഇത് അദ്ദേഹത്തിൻ്റെ പഴയ ഒരു ഫോട്ടോയാണ്. മോഹൻലാലിൻ്റെ ഫിഗറൊക്കെ അന്ന് അവതരിപ്പിച്ചിരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് എടുത്തിരുന്ന ഒരു ഫോട്ടോയാണ്. അപ്പം അന്നത്തെ ആൾക്കാരത് കാണുമ്പോൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫോട്ടോ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നത്. ജയൻജി കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷം. ഓക്കെ, നമ്മൾ അതിൻ്റെ പേയാണ് നമ്മുടെ മോഹൻ സല്ലാബത്തിൽ കൂടി വീണ്ടും എടുത്ത് പറയുന്നതിന് അത്രത്തോളം സന്തോഷമാണ് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞതിലും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടി പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിലും. അപ്പം പ്രേക്ഷകർ അതിലും പറയാനുണ്ടോ? എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കയ്യടി നേടിയിട്ടുള്ള ഒരു സ്റ്റാറുണ്ട്, അത് പറയാതിരുന്ന ഒരു വിഷമം പോലെ തോന്നുന്നു. അദ്ദേഹത്തെ കൂടെ ഒന്ന് ചെയ്യാം പ്ലീസ്. നമ്മുടെ ഖാദികൻ V സാംബശിവൻ. അയ്യോ, അപ്പം എനിക്കൊന്ന് എന്നെ കാണുന്ന ഒരു പക്ഷെ അറിയാവുന്ന പ്രേക്ഷകർ ഞാനത് ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കും. അതുകൊണ്ട് മാത്രം ഞാനത് ചെയ്യുകയാണ്. നിങ്ങൾക്കേവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിവാദനങ്ങൾ. ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ഐഷ. ഐഷയെക്കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ അവൾ അപ്സരസ് ആണ്, സുന്ദരിയാണ്, സുരഭിയാണ്, സുശീലയാണ്. നമ്മുടെ നാട്ടിൽ ചില പിള്ളേരൊക്കെ ഉണ്ട് സുന്ദരിയും സുരഭിയും സുശീലയൊക്കെ. പ്രിയമുള്ളവരെ, ഈ വോയിസ് ചെയ്തില്ലെങ്കിൽ ശരിയാകാത്തത് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്നെ കാണുന്ന പ്രേക്ഷകർ ആദ്യം ചോദിക്കും, സാംബശിവന്റെ വോയിസ് ചെയ്തില്ലല്ലോ എന്ന്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ നന്ദി. അടുത്തൊരു വീഡിയോയുമായി വരുന്നതിന് വരെ നമ്മൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. സന്തോഷം അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഈ കലാകാരനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും സന്ധിക്കും വരെ നമസ്കാരം, സന്തോഷം. താങ്ക് യു. ഓക്കെ, നമസ്കാരം.